ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഉരുക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ് അരിപ്പൊടി, സാധാ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച് ഉണക്കി പൊടിച്ച പൊടി കേട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റിയൊരു ഉണ്ണിയപ്പം കേട്ടോ. പിന്നെ തരി കിട്ടാൻ വേണ്ടിയിട്ട്, തരി ഇല്ലാത്ത പത്തിരിപ്പൊടിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൂന്ന് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു തരി ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ശർക്കരപ്പാനി ചേർക്കുക നമുക്ക്. അപ്പോൾ ഇങ്ങനെ അപ്പോഴക്കപ്പം ഞങ്ങൾ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നന്നായിട്ടുണ്ടായിരുന്നു. അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോഴക്കപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂട് കൊടുക്കണ തന്നെ ശർക്കരപ്പാനി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ശർക്കരപ്പാനി നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒന്നിച്ച് ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറഞ്ഞു പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ശർക്കര ഉരുക്കിപ്പാരി തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ച ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ ഒരു 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാട്ടോ ചേർക്കുന്നത്. പഞ്ചസാര പൊടി നമുക്ക് എന്തുണ്ട്, ശർക്കര ഉണ്ടാക്കുന്ന വിഭവങ്ങളിലൊക്കെ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായി കറക്കിയെടുക്കണം, ഏലക്കായപ്പൊടിയും ഒക്കെ. അപ്പോൾ ശർക്കരപ്പാനി തന്നെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം. അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച മാവുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ശർക്കരപ്പാനി ഏറ്റവും ഒഴിച്ച് വെച്ച മാവ് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുണ്ട് ക്രഷ് ചെയ്തിട്ട് കട്ടക്കൊന്നും ഇല്ലാതെ ഒന്നുണ്ട് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, ഇനി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് കുറുക്കത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോഴേക്കപ്പം പൊരിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി അതിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ട് അതിൽ തേങ്ങാക്കൊത്ത് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ നിറാവുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്ത്, അതൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് പാകത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇനി മാവിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇനി നമുക്കിത് ഒഴിച്ച് ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.